ആട് 3 ഫ്രൈഡേ ഫിലിംസിൻ്റെ ബാനറിൽ വിജയ് ബാബുവും വേണു കുന്നപ്പള്ളിയും ചേർന്ന് നിർമ്മിക്കുന്ന ആട് 3. ആട് 3യെക്കുറിച്ച് കേൾക്കുന്ന വാർത്തകളെല്ലാം വമ്പൻ വാർത്തകളാണ് കേൾക്കുന്നത്. വേറൊന്നുമല്ല, ഇപ്രാവശ്യത്തെ വരവ് ഷാജിപ്പാപ്പനും പിള്ളേരും വരുന്നത് ഒരു ചുമ്മാ വരുന്ന വരവല്ല. ആട് 1ഉം 2ഉം കേരളത്തിലെ ഇട്ടാവട്ടത്ത് നിന്നാണ് കളിച്ചതെങ്കിൽ ആട് 3യിൽ കേരളം വിട്ട് അങ്ങ് വേറെ കളിയാണ് മോനെ, വേറെ ലെവല് കളിയാണ് ഇപ്രാവശ്യം ഷാജിപ്പാപ്പനും പിള്ളേരും വരുന്നതെന്നാണ് അറിയാൻ പറ്റുന്നത്. പ്രൊഡ്യൂസേഴ്സ് രണ്ടുപേരുടെയും ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം എല്ലാം ഉണ്ടായിരുന്നു. അതിലെല്ലാം അവർ വിശദീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ റിവീൽ ചെയ്തിട്ടുണ്ട് ടൈം ട്രാവലർ സെറ്റപ്പൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ നിന്ന് നിൽക്കുന്ന കഥയല്ല. അതുപോലെ തന്നെ ടൈം ട്രാവലറാണ് എന്നതിനൊപ്പം തന്നെ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ കോസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ ടൈം ട്രാവലർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കോസ്റ്റും കാര്യങ്ങളൊക്കെ ആ സിനിമയിൽ വന്നിട്ടുണ്ട്. കാരണം അതുപോലുള്ള സെറ്റും കാര്യങ്ങളും എല്ലാം ചെയ്യണമായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റുമായിട്ട് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ കോസ്റ്റായ സിനിമകളിൽ ഒന്നാണ് ആട് 3. അതൊരു വമ്പൻ അപ്ഡേറ്റ് തന്നെയാണ്. കാരണം ജയസൂര്യ പോലൊരു നായകനെ വെച്ച് ഇപ്പോൾ നോർമലി ആട് 1ഉം 2ഉം അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ നേടിയ സിനിമ. ആട് 1 തിയേറ്ററിൽ വന്ന സമയത്ത് അത്രയും വൻ വിജയമായില്ലായിരുന്നെങ്കിൽ പോലും, പക്ഷെ അത് ടെലിവിഷനിൽ വന്നും മറ്റും ഷാജിപ്പാപ്പനും പിള്ളേരും എല്ലാ തരത്തിലും കേരളീയരെല്ലാവരും ആഘോഷിച്ചതായിരുന്നു. അതിൻ്റെ 2 വന്നപ്പം വൻ രീതിയിൽ ഹിറ്റായി. അപ്പോൾ ആട് 3യും വൻ രീതിയിൽ തന്നെ ഹിറ്റാകും എന്നുള്ളത് കാര്യം ഉറപ്പാണ്. പക്ഷേ ജയസൂര്യ പോലെ ഒരു നായകനെ വെച്ച് ഇത്രയും കോസ്റ്റിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ വേണു കുന്നപ്പള്ളി പോലെ ഒരു നിർമ്മാതാവൊക്കെ ഇതിലേക്ക് കൈ കൊടുത്തത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി ചെറിയ കളികളില്ല, വമ്പൻ കളികളാണ്. ഒപ്പം തന്നെ ജയസൂര്യ 2 ഗെറ്റപ്പിലാണ് വരുന്നത്. ഒരു ഷാജിപ്പാപ്പൻ്റെ ഗെറ്റപ്പ്, ഒപ്പം തന്നെ ഒരു രാജ ഗെറ്റപ്പിലൊക്കെ വരുന്നുണ്ട് എന്ന് നമ്മൾ ആ ട്രെയിലറൊക്കെ കണ്ടായിരുന്നല്ലോ. എന്തായാലും ഒരു വമ്പൻ സിനിമ തന്നെയാണ്, അതിലൊരു സംശയമില്ല. മാർച്ച് 19-ാം തീയതിയാണ് റിലീസിങ് പറഞ്ഞേക്കുന്നത്. അപ്പം ഓൾ ഓവർ ഇന്ത്യ മുഴുവൻ വെളിയിൽ റിലീസിങ് വൺ രീതി തന്നെ ഉള്ളതാണ് എന്നൊക്കെയാണ് അറിയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ മാർച്ച് 19-ാം തീയതി ഷാജിപ്പാപ്പനും പിള്ളേരും വരുവാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതൊരു വം ഹിറ്റായിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പം പിന്നെ എൻ്റെ സിനിമ സംബന്ധപ്പെട്ട ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.